ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടപ്രഥമനാണ്. നമ്മുടെ ഓണമായിട്ട് അടപ്രഥമൻ ഇല്ലാതെ എന്ത് ആഘോഷമാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ അടപ്രഥമൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ ഉണ്ടാക്കാനെ കൊണ്ട് ഞാൻ 200 ഗ്രാം അട എടുത്തേക്കാണ്. പിന്നെ ഇത് നമ്മുടെ ശർക്കരയാണ്. ശർക്കര 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് ചുക്കും ഏലക്കയും കൂടി പൊടിച്ചതാണ്. അത് നമുക്ക് ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കശുവണ്ടി, പിന്നെ മുന്തിരിങ്ങ. പിന്നെ ഇത് നമ്മുടെ പശുവും പാലാണ്. 1/2 ലിറ്റർ പശുവും പാൽ എടുത്തിട്ടുണ്ട്. വേറെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. ഇത് നമ്മുടെ തേങ്ങാപ്പാലാണ്. 1 മുറി തേങ്ങ എടുത്ത് പിഴിഞ്ഞതിൻ്റെ 1-ാം പാലാണ്. ഇതിപ്പോൾ നമ്മുടെ അതേ തേങ്ങയുടെ തന്നെ 2-ാം പാൽ എടുത്ത് വെച്ചേക്കാണ്. അട വേവിക്കണം ആദ്യമേ. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തേക്കാണ്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അട ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറേശ്ശായിട്ട് നമ്മുടെ അട ഇട്ട് കൊടുക്കണം. ഒരുമിച്ചിടരുത്, തങ്ങളി ഒട്ടിപ്പിടിക്കും. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കണം. തങ്ങളി ഒട്ടിപ്പിടിക്കാതെ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റത്തോളം ഒന്ന് വെന്ത് വരണം. നമ്മുടെ അടയൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അടുക്കി പിടിക്കരുത്, തങ്ങളി ഒട്ടുകയും ചെയ്യരുത്. അപ്പോൾ ഇളക്കണം, മിക്സ് ചെയ്യണം നല്ലോണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് പച്ചവെള്ളത്തിൽ കോരി എടുത്തിടണം. അതിന് കുറച്ച് പച്ചവെള്ളം, തണുത്ത വെള്ളം എടുത്ത് അടുത്ത് തന്നെ വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ അട നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അട അങ്ങ് കോരി എടുത്തേക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് അന്നേരം തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടയെല്ലാം നമ്മൾ കോരി വെള്ളത്തിൽ ഇട്ടു, തണുത്ത വെള്ളത്തിൽ ഇട്ടു. ഇനിയിപ്പം നമുക്ക് ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വേറൊരു വെള്ളം, പച്ചവെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഇതിട്ട് കൊടുക്കണം. അട ഇടുമ്പം തന്നെ ഈ വെള്ളം അങ്ങ് ചൂടാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ ഉണ്ടാക്കാനെ കൊണ്ട് അട നമ്മൾ 2 വെള്ളത്തിൽ തണുപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചേക്കാണ്. നമുക്കൊരു ശർക്കരപ്പാനി ഉണ്ടാക്കണം. വെള്ളം ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ശർക്കരപ്പാനീയത്തിനുള്ള ശർക്കര ചിരുകിയത് ഇട്ട് കൊടുക്കാം. ശർക്കര നല്ലോണം ഉരുക്കി എടുക്കണം നമുക്ക്. ഇതൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണം. ശർക്കര അടുക്കി പിടിക്കരുത്, നല്ലോണം ഉരുകി വരണം. അപ്പോൾ നമ്മുടെ ശർക്കര നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കേടായ അഴുക്ക് വല്ലതും കിടപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ അടിക്കാവും. അപ്പോൾ നമുക്ക് ശർക്കര പാനിയും അരിച്ച് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ഇതിനകത്തോട്ട് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പശുവും പാലാണ്. 1/2 ലിറ്റർ പാല് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തു. ഇതൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഈ ചട്ടിക്കകത്ത് ഞാൻ ഒരിച്ചിരി നെയ്യ് തേച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരിച്ചിരി നെയ്യ് തേച്ച് വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ അടയുണ്ടല്ലോ, അട കുറേശ്ശെയായിട്ട് നമുക്ക് കട്ട കുത്താതെ ഇട്ട് കൊടുക്കണം. പാല് നല്ലോണം തിളയ്ക്കുന്നതിന് മുമ്പ് വേണം. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇട്ടോണം. കട്ട കുത്തി ഇടരുത് കേട്ടോ. അപ്പോൾ അട ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കണം. കട്ട കുത്തി പിടിക്കരുത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ അട അടിപൊളിയായിട്ട് ഇതേ വെന്ത് വരുന്നുണ്ട്. ഇതുണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരിയും കൂടി ഒന്ന് പാലൊന്ന് വെന്ത് വറ്റട്ടെ. അപ്പോൾ നമ്മുടെ അട നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഉരുക്കിയ ശർക്കരപ്പാനിയും ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ച് നമ്മൾ അരിച്ചെടുത്തതാണ്, അതുകൊണ്ടാണ് മൊത്തം ടക്കെന്ന് ഒഴിച്ചത്. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ അടപ്രഥമൻ്റെ ആ ടെക്സ്ചർ വന്നിട്ടുണ്ട്, ആ കളർ വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കണം. കാണുന്നുണ്ട്, ആ ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ അട ശർക്കരപ്പാനി ഒഴിച്ച് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലല്ല, 2-ാം പാൽ. ഓക്കെ, അതും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. ആദ്യമേ ശർക്കര ഒഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടയ്ക്കകത്തോട്ട് ആ മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തേങ്ങയുടെ 2-ാം പാലിനകത്ത് കിടന്ന് ഇതൊന്നുകൂടി വേവട്ടെ.
അപ്പോൾ നമ്മുടെ അട രണ്ടാം പാലിൽ കിടന്ന് നല്ല ഉണക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. നമ്മൾ ഒന്നാം പാല് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കുറുകി വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ച് ഇളക്കി നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഇത് കുറുകി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഏലക്കയും ചുക്കും കൂടി പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഏലക്കയും ചുക്കുമാണ്. എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യാണ്, 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഒന്ന് മൂപ്പിച്ച് താളിച്ചെടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കശുവണ്ടിയും മുന്തിരിങ്ങയും ഒന്ന് മൂപ്പിച്ചെടുക്കാനെ കൊണ്ട്. അപ്പോൾ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ കശുവണ്ടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങ ഇതേപോലെ നമുക്ക് ബലൂൺ കണക്കിങ്ങനെ വീർത്ത് വരും. ഇതിനിപ്പോൾ നമുക്ക് നമ്മുടെ പായസത്തിനകത്ത് ഒഴിച്ച് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ താളിച്ചു കൊടുക്കാം. ഞാൻ ആദ്യമേ 1 ടീസ്പൂൺ നെയ്യ് എടുത്ത് ഇതുകൊണ്ടാണ്. താളിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ അടപ്രഥമൻ വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണമാണ്, നല്ല വാസനയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാവിൽ കൂടി കൊതി ഊറും ഇത്. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടപ്രഥമൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഓണത്തിന് വളരെ വിശാലമായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ അടപ്രഥമൻ. വളരെ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.